നമസ്കാരം സർ. നമസ്കാരം സർ, ഇന്ന് നമുക്ക് ഒരു കത്ത് വന്നിട്ടുള്ളത് ഡോക്ടർ സോമൻ വർക്കലയിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹം പന്തളത്ത് ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിന് പ്ലാൻ ഓൾറെഡി വരച്ചു. 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ സാറിനെ കാണിച്ചിട്ട് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിത്തരണം എന്നാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി നോർത്ത് ദർശനമായിട്ടുള്ളൊരു വീടാണ്. ഈ പ്ലോട്ട് നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പ്ലോട്ട് എടുക്കുമ്പോൾ അതിന് 4 മൂലകൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളത്. കാരണം ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ത്രികോണ ഷേപ്പിലൊരു എങ്ങോടിച്ച് പോയിരിക്കുന്ന ഒരു പ്ലോട്ടാണ്. ശരിക്കും ഇതിനകത്തൊരു 20 സെൻറ്റ് സ്ഥലം ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഏങ്കോണിച്ച് പോകുന്ന ഭാഗം കൂടി ചേർത്ത് നമ്മൾ ഒരിക്കലും കൺസ്ട്രക്ഷൻ ചെയ്യരുത്. കാരണം വെച്ചാൽ ആ ഒരു പ്ലോട്ടിന് ഏങ്കോണി ഇപ്പോൾ എവിടെ വരുന്നുണ്ടോ ആ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് ഇതിനെ സ്ക്വയർ ചെയ്യുക. അന്നേരം ആ സ്ക്വയറിനകത്ത് നിൽക്കത്തക്കോണം വേണം പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കാൻ. അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ പണിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പാടാവും, വാസുവിൻ്റെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് ഓൾറെഡി നേരത്തെ ഇതിനകത്തൊരു വീടുണ്ടായിരുന്നതാണ്. കാരണം ആ വീട് പൊളിച്ച് കളഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഓൾറെഡി ഒരു കിണർ കൊടുത്തിട്ടുണ്ട്. കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കണ്ടുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ ഇവർ വീണ്ടും ഇതിനകത്ത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ വീടിൻ്റെ കിഴക്കുകിഴക്ക് മൂലയെന്ന് ഈ പ്ലോട്ടിൻ്റെ കിഴക്കുകിഴക്ക് മൂലയിലൂടെ ഒരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ആവുന്ന രീതിയിലാവരുത് കിണർ. അപ്പോൾ അത് ഇവർ കുറ്റി അടിക്കുമ്പോഴേ അത് ശ്രദ്ധിച്ച് വേണം അടിക്കാൻ. അല്ലാതെ ഇതെല്ലാം പണിഞ്ഞ് കഴിഞ്ഞിട്ട് അവസാനം കിണർ കിഴക്കുടക്കാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ സ്ഥാനം കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കിഴക്കുകിഴക്ക് മൂലയെന്ന് മതിലിൻ്റെ കിഴക്കുകിഴക്ക് മൂലയും വീടിൻ്റെ കിഴക്കുകിഴക്ക് മൂലയും തമ്മിലൊരു വര വരച്ചാൽ ആ വരയ്ക്കകത്ത് കിണർ വരാൻ പാടില്ല. കിണറിൻ്റെ ഒരു ഭാഗവും അതേ തട്ടാൻ പാടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ എനിക്കിപ്പോൾ തന്നിരിക്കുന്ന പ്ലാനിൽ ചുറ്റളവിനകത്ത് ചെറിയ ഇഷ്യൂസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ ഈ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ ഈ പ്ലോട്ടിനകത്ത് നിർത്താനായിട്ട്. അപ്പം വീണ്ടും ഒന്ന് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ ബെഡ്റൂമിൻ്റെ സൈസൊക്കെ തെറ്റാണ്. അപ്പോൾ അത് കൂട്ടിയെടുക്കേണ്ടി വരും. അതുപോലെ സ്റ്റെയർ കേസ് ക്ലോക്ക് വൈസ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പൂജാ റൂം ഇതിനകത്ത് കിഴക്കുകിഴക്ക് ഭാഗത്ത് പൂജാ റൂം ഉള്ളത് നമുക്ക് നല്ലതാണ്. അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈസ്റ്റ് ഭാഗത്ത് ചെയ്യുന്നത് ദോഷമൊന്നുമില്ല. അതുപോലെ കിച്ചൺ സൗത്ത് ഈസ്റ്റിലാക്കണം. കാരണം വെച്ചാൽ കിച്ചൺ സൗത്ത് ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുള്ളൂ. കാരണം ഒന്നാമത് ഇത് നോർത്ത് ദർശനമായിട്ടുള്ളൊരു വീടാണ്. നോർത്ത് ദർശനമായിട്ടാണ് നമ്മൾ വീട് പണിയുന്നത്. അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗത്തോട് ചേർന്നാണ് ടോയ്ലറ്റ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇവർ സൗത്ത് വെസ്റ്റ് കോർണർ ഒഴിവാക്കി ആണ് വെച്ചിരിക്കുന്നതാണ് ഇവരുടെ ഒരു ധാരണ. പക്ഷെ നമ്മൾ എടുക്കുമ്പം ഈ പ്ലാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ടോട്ടലി നീളവും വീതിയും കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ എവിടെ വരെ സൗത്ത് വെസ്റ്റ് കോർണർ ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് തന്നെയാണ് ടോയ്ലറ്റ് വരുന്നത്. കാരണം അത് ഇവർക്ക് ദോഷമാണ്. അപ്പം കൃത്യമായ സ്ഥാനത്ത് ടോയ്ലറ്റ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെപ്റ്റി ടാങ്കിൻ്റെ കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സെപ്റ്റി ടാങ്ക് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഇതിനെ കെട്ടിത്തിരിക്കുന്നുണ്ടല്ലോ, ആ കോമ്പൗണ്ട് പുറത്തായിട്ട് ചെയ്യുവാണെങ്കിൽ ഈ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ പ്ലോട്ട് കട്ട് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് വേറെ ഇഷ്യൂസുകളൊന്നും വരുന്നില്ല. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ഇദ്ദേഹത്തിന് ശരിക്കും ഏഴരശനിയുടെ സമയമാണ്. അപ്പം നല്ല പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ട സമയമാണ്. കാരണം ഏഴരശനി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പം ശനിപ്രീതി വരുത്താനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. പ്ലോട്ട് സംബന്ധമായിട്ട് സർപ്പത്തിൻ്റെ ഇഷ്യൂസുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സർപ്പപ്രീതി വരുത്തിയ ശേഷം വീട് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക.